എന്നാൽ കഥ പതിയെ ട്രാക്ക് മാറും. തന്നെ വഞ്ചിച്ച കാമുകിക്കെതിരെ കാമുകൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. അങ്ങനെ ഈ കേസ് ആ നാട് മുഴുവനും ചർച്ചയാവും. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും നീതി വേണം എന്ന രീതിയിൽ നായകൻ കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്നതൊക്കെയാണ് പിന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവസാനം എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ സസ്പെൻസ് പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ ആസ്വദിക്കുക. ആഭ്യന്തര കുറ്റവാളി പോലെ ഈ സിനിമയിലും അവസാനം കുറേ കോടതി രംഗങ്ങളുണ്ട്. ഒരുപാട് കയ്യടി കിട്ടിയ സീൻസ് ആയിരുന്നു അതൊക്കെ. ആഭ്യന്തര കുറ്റവാളിയിൽ ജഗദീഷായിരുന്നു വക്കീലായിട്ട് വന്നതെങ്കിൽ ഇതിൽ നാസറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. നാസറിൻ്റെ പല ഡയലോഗുകൾക്കും അന്ന് ഒരുപാട് കയ്യടിയായിരുന്നു. ഈ സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചത് ശ്രീദേവി വിജയകുമാറാണ്. അവരുടെ അവസാനത്തെ തമിഴ് സിനിമയായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അതിനുശേഷം അവർ വേറെ തമിഴ് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അതുപോലെ ഇതിൽ നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ചത് രാജീവ് എന്ന നടനാണ്. നമ്മുടെ മലയാളികൾക്ക് ഇദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത് FIRലെ ഷെട്ടി എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുള്ള, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ തന്നെയാണ്.